Hello friends, welcome back to my channel Amazing Secrets of Beauty. ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മുട്ട ചമ്മന്തി കറിയാണ്. അപ്പോൾ ഇതിന് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട്. പിന്നെ 3 ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു സ്പൂൺ മുളക് പൊടി, കുറച്ച് ചെറിയ ജീരകം, പിന്നെ ഞാൻ മുട്ട എടുത്തിട്ടുണ്ട്. 3 മുട്ടയാണ് പൊടിച്ചൊഴിച്ചിരിക്കുന്നത്. താളിക്കാനായിട്ട് കുറച്ച് കറിവേപ്പിലയും ചെറിയ ഉള്ളി, ഇത്രയാണ് ഇതിന് വേണ്ടത്. ഇനി നമുക്ക് തേങ്ങ, ഇഞ്ചി, ജീരകം, മുളക് പൊടി, ചെറിയ ഉള്ളി ഇത്രയും കൂടെ ഇട്ട് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായ ശേഷം കുറച്ച് കടുകിട്ട് പൊടിച്ചെടുക്കാം. കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ചെറിയ ഉള്ളിയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഇതിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റി വെക്കണ, ഒന്ന് അവസാനം ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി. ബാക്കിയിലേക്ക് നമുക്ക് അരച്ചു വെച്ചേക്കുന്ന ആ ഒരു മിക്സ് കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു തിള വരുന്ന വരെ ചെറിയ തീയിട്ട് കൊടുക്കാം. അപ്പോൾ ഏതാണ്ട് തിളച്ച് ചെറിയൊരു തീയിൽ കിടക്കുവാണ്. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ ബബിൾസ് വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ ചെറിയ ചെറിയ ബബിൾസ് വരുന്നുണ്ട്. അപ്പൊ ഈ സമയം നമുക്ക് മുട്ട നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി തീ നന്നായിട്ടൊന്ന് സിമ്മിലിടുക. സിമ്മിലിട്ട ശേഷം ഇളക്കമൊന്നും വേണ്ട. ആ മുട്ട ആ തീയിൽ കിടന്ന് വേവണം. ഇപ്പൊ അത് തിളച്ച് വരുന്നുണ്ട്. അന്നേരം നമുക്കൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ അറിയാം. കണ്ടോ, മുട്ട എല്ലാം നന്നായിട്ട് വെന്ത് അതില് അടിയിൽ കിടപ്പുണ്ട്. അപ്പൊ എല്ലാം കൂടി ഒന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് ആ മുട്ടയെ പൊടിച്ചെടുക്കരുത്. ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മുടെ മുട്ട ചമ്മന്തി കറി തയ്യാറായിട്ടുണ്ട്. ഇത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പത്തിന്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. ഇനി നമുക്ക് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. മുട്ട ഇങ്ങനെ ഒരു വലിയ കഷ്ണമായിട്ട് തന്നെ ഇങ്ങനെ കിടക്കണം. അതാണ് അതിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാൻ. കണ്ടില്ലേ, ഇത് അപ്പത്തിന്റെ കൂടെ സെർവ് ചെയ്യാം. ഇതെല്ലാ ഫ്രണ്ട്സും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവരുടെ സപ്പോർട്ടും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.